മാഹിയിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ 3 പേർക്കെതിരെ കോടതി ശിക്ഷ വിധിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകനായ ഹമീദ, ഇന്ദ്രപ്രസാദ്, സമീർ എന്നിവർക്കെതിരെയാണ് മാഹി മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. 2021 ആഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം. തിരുവനന്തപുരം ബാലരാമപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. മരിച്ചത് ആലുവിള സ്വദേശി ബിജു. വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയ ബിജുവിനെ സമീപത്തെ പാലത്തിന് സമീപത്ത് വെച്ചാണ് കൊലപ്പെടുത്തിയത്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതി വഴിമുക്ക് സ്വദേശി കുമാരനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് ലഹരി മാഫിയ സംഘത്തിലെ മുഖ്യകണ്ണി അറസ്റ്റിൽ. നിലമ്പൂർ സ്വദേശി ഷൈൻഷാജിയെയാണ് ബാംഗ്ലൂരുവിൽ നിന്നും പിടികൂടിയത്. 2 കോടിയുടെ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിലാണ് അറസ്റ്റ്. തൃശൂരിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് ആദരം. തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തന രംഗത്തെ മികച്ച സേവനം കാഴ്ചവെച്ച കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ടർ ഷാജു VS-നെ ചടങ്ങിൽ അനുമോദിച്ചു. തൃശൂർ വരാന്തരപ്പള്ളിയിൽ ഉറങ്ങിക്കിടന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് വെട്ടിങ്ങപ്പാടം സ്വദേശി മണികണ്ഠൻ. മരണകാരണം വ്യക്തമല്ല. ഉറങ്ങിക്കിടന്ന കുട്ടിയെ വിളിച്ചപ്പോൾ അനക്കമില്ലാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് മുക്കത്ത് ഭിന്നശേഷിക്കാരനെയും ഭാര്യയെയും മർദ്ദിച്ചതായി പരാതി. മർദ്ദിച്ചത് ചേന്നമംഗലൂർ സ്വദേശി അഷ്റഫിനെയും ഭാര്യ ഷാക്കിറയെയും. ആക്രമണത്തിന് പിന്നിൽ സ്വത്ത് തർക്കം. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ഇടുക്കി പൈനാവിൽ വീടുകൾക്ക് തീവെച്ചത് കൊല്ലാൻ തന്നെയെന്ന് പോലീസ്. ഭാര്യയെ വിദേശത്തേക്ക് അയച്ചത് സന്തോഷിന്റെ സമ്മതമില്ലാതെ. പ്രകോപനത്തിന് ഇടയാക്കിയത് വിവാഹമോചനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന്. കോഴിക്കോട് മുക്കം മണാശ്ശേരിയിൽ വാഹനാപകടം. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്ക്. അപകടമുണ്ടായത് വാഴക്കുല കയറ്റി വന്ന മിനിവാൻ മരത്തിലിടിച്ച്. കോട്ടയത്ത് പോലീസുകാരനെ കാണാനില്ലെന്ന് പരാതി. കാണാതായത് വെസ്റ്റ് സ്റ്റേഷനിലെ SI കെ രാജേഷിനെ. ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നതായും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലെന്നും കുടുംബം. തൃശൂർ കടങ്ങോടിൽ നിന്നും 400 ലിറ്റർ വാഷ് പിടികൂടി. വാഷ് സൂക്ഷിച്ചിരുന്നത് ആളൊഴിഞ്ഞ പറമ്പിൽ. ദിവസങ്ങൾക്ക് മുൻപ് ചാരായം പിടികൂടിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വാഷ് പിടികൂടിയത്. സംഭവത്തിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിൽ മകനെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് കരുവണ്ണൂർ സ്വദേശി ശ്രീജിത്ത്. 14-കാരന്റെ മുഖത്തും കാലിനും പരിക്ക്. കേസിൽ ശ്രീജിത്തിന്റെ 2ാം ഭാര്യയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച അപകടം. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് തൃക്കണാപുരം സ്വദേശികളായ പ്രജിത്ത്, യൂസഫ് എന്നിവർക്ക്. അപകടമുണ്ടായത് ഗുരുവായൂരിൽ നിന്നും കുന്നംകുളത്ത് പോവുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് സൈക്കിളിന് പുറകെയിടിച്ച്. കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിൽ ബസ് അപകടം. നിരവധി പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ തളിപ്പറമ്പ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് യുവതി ചാടിപ്പോയി. ഒഡീഷ സ്വദേശി രക്ഷപ്പെട്ടത് മതിൽ ചാടിക്കടന്ന്. കോഴിക്കോട്ടെ വീട്ടിലേക്ക് തിരികെ പോയതായി സൂചന. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. സുപ്രധാന വിഷയങ്ങളിൽ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് ജസ്റ്റിൻ ട്രൂഡോ.